അപ്പൊ നല്ല അടിപൊളി വറ്റമീൻ നമ്മളെ നിതിനങ്ങള് പപ്പേന്റെ ഫ്രണ്ട് നിതിനങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ നമ്മളെ നിതിനങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനാണ്, നോക്കിക്കേ. അപ്പൊ നമുക്ക് ഇതിന്റെ പവിത്രത കളയാതെ നല്ല തേങ്ങാപ്പാലിൽ അങ്ങോട്ട് ശരിയാക്കി എടുത്താലോ. നമ്മൾ ഇച്ചിരി മുഴുവൻ കുരുമുളക് എടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പൗഡർ ആക്കിയില്ല, ക്രഷ് ആക്കിയില്ല. അവിടെ ഇവിടെ ഇച്ചിരി കുരുമുളകാണ്, അത് പൊട്ടിച്ചോണ്ടിരിക്കുക. ഇച്ചിരി കൂടുതലിട്ടായിരുന്നു. ഞാനോ ഇനി ഗ്രില്ല് ചെയ്യാനുള്ള മീൻ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് എടുത്തു വെക്കാണ്. നല്ല ഫ്രഷ് മീൻ. നമുക്ക് നമ്മൾ മസാല ശരിയാക്കണം. അതിന്റെ കൂടെ ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമ്മള് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ശാലറ്റും. ഇത്ര പോരെ? നിന്റെ സ്പെഷ്യൽ ആട്ടോ. ഇതോ കഴിക്കാൻ പറ്റൂലോ? കഴിക്കാൻ പറ്റും. വേണമെങ്കിൽ ഇഞ്ചി വേണോ? ഇഞ്ചി തുള്ളി ഇട്ടാ വേണമെങ്കിൽ അല്ലേ? ഇഞ്ചി വേണമെന്നില്ല. കേട്ടോ രസത്തിന് കറിവേപ്പിലയുടെ വേണമെങ്കിൽ കേട്ടോ. ഇച്ചിരി കരിവേപ്പില, നല്ല നാടൻ കരിവേപ്പില. ചെറുതിട്ടോ കറിവേപ്പില ചെറുതിട്ടോ. അതും ഇരിക്കട്ടെ, എന്തായാലും എടുത്തല്ലേ. നമ്മളിനി കൃഷി ചെയ്യാണ്. എനിക്ക് മുറിച്ചിരിച്ചു 2 കിലോ ആയിട്ട്. നന്നായിട്ട് പിന്നല്ലാതെ പിന്നല്ല. ഇത് മാറ്റി വെച്ചോ ചതച്ച മസാല അല്ലേ? നീ എന്നെയാണോ പഠിപ്പിക്കുന്നത്? നോക്കി ഞാൻ എന്നെയാണോ പഠിപ്പിക്കുന്നത്? പപ്പ ഹെൽപ്പ് ചെയ്യാൻ ഞാനാണ് നിന്റെ ഹെൽപ്പറല്ലേ? നീയാണ് മെയിന്. കണ്ണിലെ പോയ വെളുത്തുള്ളി അടിച്ചത് അപ്പൊ മനസ്സിലായി നീ ഒന്നും ചെയ്യാറില്ല, മടി മാത്രമല്ലേ ഇങ്ങനെ. അപ്പൊ നമുക്കൊരു ലെമൺ അങ്ങോട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. എല്ലാ പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി അകത്താണിത്. വീടിന്റെ അകത്തൊരു ഔട്ട്ഡോർ സെറ്റിംഗ് ആണ് കേട്ടോ. ഇനി ഇച്ചിരി ഉപ്പ്. ഒരു ഹാഫ് ചെറുനാരങ്ങ ഇട്ടു. ഇനി ഇച്ചിരി ഉപ്പ് ഇടണം. ഇച്ചിരി പൊടി. ഇത് ഇച്ചിരി കൂടിപ്പോയി. പാത്രമെടുക്കറിയാലോ. ഇത്ര മതി. കണ്ടാ തിരുമ്പ. നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ പോവാണേ. നമ്മൾ മീനിന്റെ പവിത്രത ഒരു നുള്ളു പോലും കളയാതെയാണ് നമ്മൾ ഈ മീൻ ഗ്രില്ല് ചെയ്തെടുക്കണേ. അപ്പൊ പവിത്രതയോട് കൂടി നമ്മള് തേങ്ങാപ്പാലിൽ ഇങ്ങനെ നല്ല ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പൊ ഒന്നും പറയാനില്ല, പിന്നെ അല്ലാതെ. അടിയിലേക്ക് വെച്ചോ, സൈഡിലേക്ക് മെല്ലെ വെക്ക്. അതിലേക്ക് ഇല്ലെങ്കിൽ നനവുണ്ട്. അത് മെല്ലെ വെച്ചാലാണ് പ്രശ്നമില്ലാതെ വരുള്ളൂ. ഞാൻ ഒരെണ്ണം വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ എന്നെ എപ്പോ എന്റെ വേദ തറക്കില്ല. എനിക്കത് ഇല്ല. ഇത് തിരിച്ചു വെക്കണം. അടി പക്ഷെ കർത്താശ അടിയിലേക്ക് വെച്ചോ. വെക്ക്, അടുത്തുനിന്ന് വെക്ക്. അടുത്ത് വെക്കടാ. ഇനി അത്ര ഇത്ര എടുത്തു മതി. എപ്പോഴും എന്നെ എണ്ണ തേറിയാറ്, അതാണ് എനിക്ക് പേടി. ഇത് വാങ്ങുന്ന സ്പെഷ്യൽ ഗ്രില്ല് കിട്ടാൻ വഴിയില്ല. ഉണ്ടോ? പക്ഷെ ഓരോ മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോണത്. 1 മിനിറ്റ് മതി. 1 മിനിറ്റ് മതി. 2 മിനിറ്റ് അല്ലേ? ഒരു 1-2 മിനിറ്റ്. അപ്പൊ 2 മിനിറ്റ്. അപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. വല്ല ഗോൾഡൻ കളർ, അല്ല ഫ്രഷ് വൈറ്റ് കളർ. കഴിക്കാനായത് ഇല്ല, നമുക്ക് ഇത് സോസ് ഒക്കെ ശരിയാക്കി എടുക്കണല്ലോ. അതിപ്പോ 1 മിനിറ്റ് ആയോ? കുക്കായോ? ആയില്ലേ?
നമ്മൾ അടുത്തതായിട്ട് സോസാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇടാം. ആയി ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കണേ. ടർമറിക് അല്ലേ? ആ കളറായില്ലേ? കളറായി. കളറിനാണ് നമ്മൾ ചേർക്കണേ. നമ്മള് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഇതാ. തിക്കാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെച്ചിട്ട് അല്ലേ? ആദ്യത്തെ ഫസ്റ്റ് പാല് അപ്പൊ ഒഴിച്ചു കൊടുക്കട്ടെ. അല്ല കളർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ കുറച്ച് കരിയാപ്പില, നല്ല ഫ്രഷ് കരിയാപ്പില ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ക്രഷ് ആക്കി വെച്ച പെപ്പറുണ്ട്, നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. വീട്ടിലെ പെപ്പർ. ആ എരിവിനല്ലേ? നമ്മളിപ്പോ അതിന് എരിവിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഒന്നും ചേർത്തിട്ടില്ല. അത് ശരിയാണല്ലോ അല്ലേ? മതിയോ? ചെറിയ എരിവ് ഇച്ചിരി കൂടി മതിയേ? അതില്ല ഫിഷിന്റെ കൂടെ ഒന്ന് ഇറക്കട്ടെ. നമുക്ക് ലെമൺ ഒന്ന് പിഴിഞ്ഞു വയ്ക്കണം. നമുക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞു വയ്ക്കാം ഇതിലേക്ക്. ഹാഫ് ലെമൺ അല്ലേ? ആ അത് നമ്മൾ വെട്ടി വെച്ച് കഴിഞ്ഞില്ല, അപ്പൊ അതിന്റെ ഹാഫ് ഉണ്ടല്ലോ. എന്ത് സോസാ? കോക്കനട്ട് സോസാ? ആ എന്ത് സോസാ? കോക്കനട്ട് സോസ്. കോക്കനട്ട് സോസോ കോക്കനട്ട് മിൽക്ക് സോസോ? കോക്കനട്ട് മിൽക്ക് സോസ്. നല്ല സോസ് നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. സോസ് റെഡി ആയതല്ലേ? പിന്നെ അല്ലാതെ ഗാർണിഷ് ഉണ്ടാക്കിയാലോ? പിന്നെ അല്ലാതെ ഉണ്ടാക്കുമ്പോ ഒരു രസം വേണ്ടേ, ഒരു ഡെക്കറേഷൻ അല്ലേ? പിന്നെ തക്കാളിന്റെ സീഡ് കളയാണ്. തക്കാളിന്റെ സീഡ് കളഞ്ഞ ഇത് നോക്കി സൈഡായിട്ട് ഇങ്ങനെ കട്ടാക്കി. നല്ല പഴുത്ത തക്കാളി വേണം അല്ലേ? പഴുത്തതും പറ്റില്ല, നോർമൽ ആയ ഒരു തക്കാളി അല്ലേ? തക്കാളി. അത് നോക്ക്, നീ പഠിച്ചില്ലേ? ഞാൻ പഠിച്ചു. ഫുഡ് ഉണ്ടാക്കിയിട്ടേ സർവ് ചെയ്യുമ്പോൾ ഡെക്കറേഷനും കൂടെ ചെയ്ത് സർവ് ചെയ്യണം. നമ്മുടെ മനസ്സിനൊരു സന്തോഷം കാണുമ്പോ ഒരു രസം. ഹോട്ടലിൽ മാത്രം പോയിട്ട് നമുക്ക് കഴിക്കേണ്ട കാര്യമില്ല, വീട്ടിലും ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പോ നമുക്കൊരു മനസ്സിനും സന്തോഷം, വയറ്റിലും സന്തോഷം അല്ലെ? വയറിനെ കഴിക്കുമ്പോ കളിയാണെങ്കിൽ കഴിക്കുകയും ചെയ്യാം. ഹെൽത്തി ആണല്ലോ. അയ്യോ ഡെക്കറേഷൻ ആയോ? പിന്നെ നമുക്ക് വേറെ സാധനം ആക്കിയാലോ? മറ്റേ ഇതല്ലേ സ്വാനായിട്ടോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇത്ര പെട്ടെന്ന് ആയത് കണ്ടോ? സ്വാനാണ്. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്യാട്ടോ. ടേസ്റ്റ് എന്താ ചെയ്ത ഗ്രില്ല് കൊച്ചു ചെയ്തോണ്ടേ മസാല അല്ലേ ഞാനൊന്ന് നന്നായിട്ട് എടുത്ത് മസാല അല്ലേ എടുത്ത് നന്നായിട്ട്. എന്നുണ്ട്? നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. രസല്ലേ? അതിനെന്തോ കുഴപ്പമറിയാം, നമുക്ക് തിന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തിന്നാൻ നിർത്താൻ പറ്റും. അതുകൊണ്ട് പറയാനൊന്നുമില്ല. ആ പവിത്രത, ആ തേങ്ങാപ്പാലിന്റെ പവിത്രത, മീനിന്റെ പവിത്രത സൂപ്പർ ആയത് ഫ്രഷ് ആയത് വയനാട്ടിൽ നമുക്ക് കിട്ടാറില്ല. നിനക്ക് കഴിക്കണ്ടോ? ഉണ്ടാക്കിയാക്ക് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാണ്. ഉഗ്രൻ. ക്യാമറമാനെ പറഞ്ഞോളം തന്നെ. ഇപ്പൊ ക്യാമറമാൻ ഇന്നോ ഇതാണ് ഒരു കുഴപ്പം. നമ്മളിത് കഴിച്ചു കൊണ്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്ത ഇത് ഡോറിനന്റെ സ്പെഷ്യൽ ആണ്. അതൊക്കെ ഡോറിന്റെ വീട്ടു കിച്ചണിന്ന് ഡോറിനന്റെ സ്പെഷ്യൽ ആണ്. എല്ലാരും ഇതല്ലേ? ഓക്കെ ബൈ 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 ഡോറി. അപ്പൊ അടുത്ത എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ ഫ്രം ലിറ്റിൽ ഡോറി.